ഹായ് പറഞ്ഞേ. സുഖാണോ മഞ്ജുഷല? ഹായ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാനാണ്. മിൽക്ക് മെയ്ഡ് അധികം ടൈമൊന്നും എടുക്കാതെ നമുക്കൊരു 2 മിനിറ്റ്സിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാം. സാധാരണ വെള്ളം ഒഴിക്കാം. സാധാരണ നമ്മൾ മിൽക്ക് മെയ്ഡ് കുറേ ടൈം എടുത്ത് പാല് വറ്റിച്ചിട്ടല്ലേ ഉണ്ടാക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പാൽപ്പൊടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ആ സെയിം ഒരു കപ്പ് തന്നെയാണ്. ഇപ്പൊ ഈ പഞ്ചസാര ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇത് പെട്ടെന്ന് അളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത്. പൊടിക്കാത്തതാണെങ്കിൽ കുറച്ചധികം നേരം നമ്മളിട്ട് മിക്സ് ആക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ആ സെയിം 1 കപ്പ് അളവിൽ തന്നെയാണ് ഞാൻ പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലോർ അധികം വേണ്ട, 1 ടീസ്പൂണോളം മതി കോൺഫ്ലോർ. അധികം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് കട്ടയായിപ്പോവും. അപ്പോൾ 1 ടീസ്പൂൺ മാത്രം മതി കോൺഫ്ലോർ. എൽസ കുറച്ചിട്ടോ. കുറച്ചിട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ആദ്യം. ഇത് പെട്ടെന്ന് തന്നെ 2 മിനിറ്റ്സിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് മിൽക്ക് മെയ്ഡാണ്. സാധാരണ നമ്മൾ ഹൈ ഫാറ്റ് മിൽക്ക് എടുത്തിട്ട് അത് നല്ലോണം ചൂടാക്കി പകുതിയാക്കി എടുക്കണം, അങ്ങനെയല്ലേ ഉണ്ടാക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റണതാണ്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. കോൺഫ്ലോർ ചേർക്കുമ്പോൾ കുറച്ച് മാത്രം, 1 ടീസ്പൂൺ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് തിക്കായി പോവും. ഇനി ഇത് കട്ടയില്ലാതെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇതിപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ദോശ ബാറ്ററിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഒന്നുകൂടി തിക്കാവാൻ വേണ്ടിയിട്ട് ചൂടാക്കി എടുക്കാം. അതിനായിട്ട് നമുക്ക് പാന് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ഒന്ന് ചൂടാക്കി 2 മിനിറ്റ്സ് ചൂടാക്കിയാൽ മതി. നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചൂടാക്കാനായിട്ട്. അതായത് ഇത് ഓൾറെഡി നല്ല തിക്കായിട്ടുള്ളതായ കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ മാക്സിമം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ്സ് നേരം നമുക്കൊന്നത് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ കറക്റ്റ് നമ്മുടെ സാധാരണ മിൽക്ക് മെയ്ഡ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കില്ലേ അതേപോലത്തെ ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ തോന്നണത്. പിന്നെ ഒരു ചെറിയ മഞ്ഞ കളറും നമുക്കിതിന് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ പാൽപ്പൊടി ആയ കാരണം ചെറിയ ഒരു മഞ്ഞ കളറും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് മാക്സിമം ലോ ഫ്ലെയിമിൽ വെക്കാൻ പറ്റുമോ അത്രയും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. മിൽക്ക് മെയ്ഡ് ഞാനിവിടെ 2 മിനിറ്റ്സ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നേരത്തെക്കാളും കുറച്ചും കൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൂൾ ചെയ്യാൻ വെക്കാം. കൂൾ ചെയ്യാൻ വെക്കുമ്പോൾ അത് കുറച്ചും കൂടി തിക്കായിരിക്കും. അപ്പോൾ ആ യെല്ലോ കളറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റും പെർഫെക്റ്റാണ്. ഇപ്പോൾ പെട്ടെന്ന് ഞാനിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത്. സാധാരണ നമ്മൾ പാല് വെച്ചുണ്ടാക്കുമ്പോൾ കുറേ ടൈം എടുക്കില്ലേ, ഇത് അങ്ങനെയൊന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അത് കൂളായി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്ന്. കറക്റ്റായ യെല്ലോ കളറും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കി നോക്കണം. ഇത് കൂളായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതിപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് 1 അവറിന് ശേഷമാണ് ഞാൻ കാണിക്കുന്നത്. 1 അവർ ഞാൻ റൂം ടെമ്പറേച്ചറിൽ തന്നെ കൂളാവാനാണ് വെച്ചത്, ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല. ഇപ്പം നല്ലോണം കട്ടിയായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കടയിൽ നിന്ന് വാങ്ങണ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡിൻ്റെ തന്നെ കറക്റ്റ് ടേസ്റ്റും ആ കളറും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേറെ എക്സ്ട്രാ കളറോ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ.
ആ മിൽക്ക് പൗഡറിൻ്റെ ഉള്ള ഒരു യെല്ലോ കളറില്ല, അത് മാത്രമാണ് ഇപ്പോൾ ഇതിന് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് എടുത്താൽ മതി, തിളയ്ക്കാനൊന്നും നിൽക്കണ്ട. പിന്നെ നമ്മൾ എടുക്കേണ്ടത് പാൻ നമ്മൾ നോക്കണം, നോൺ സ്റ്റിക്ക് പാൻ എടുക്കാനായിട്ട് നോക്കുക. അത് എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ ഓൾറെഡി നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് കാരണം പെട്ടെന്ന് ഇത് അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന സെലക്ഷനും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വേറെ കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ അതേ നമ്മുടെ പുറത്തുനിന്ന് വാങ്ങണ ആ മിൽക്ക് മെയ്ഡിൻ്റെ അതേ ടേസ്റ്റിലും തിക്നെസ്സിലും ഉള്ള മിൽക്ക് മെയ്ഡ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അധികം ടൈമൊന്നും എടുത്തിട്ടില്ല. കോൺഫ്ലോർ ചേർക്കുമ്പോൾ 1 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി, അധികം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കട്ട് ചെയ്യും. പിന്നെ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ചൂടാക്കുന്ന സമയത്ത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് 2 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പെർഫെക്റ്റ് മിൽക്ക് മെയ്ഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.